എൻ്റെ പേര് ട്രീസ ബേബി. ഞാൻ വരുന്നത് മാമ്പഴക്കരിയിൽ നിന്നാണ്. പക്ഷേ ഞാൻ സെറ്റിൽഡ് ആയത് ഡൽഹിയിലാണ്. 12th അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഡിഗ്രിക്ക് വന്നേക്കുന്നത്. ഒരു അസുഖം ഉണ്ടായിരുന്നു പപ്പയ്ക്ക്, ഹൈപ്പോക്സിക് ഇഞ്ചറി എന്ന് പറയും. തലച്ചോറിലേക്ക് അത്യാവശ്യമായിട്ട് ഓക്സിജൻ ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു. ഡോക്ടർമാരൊക്കെ പറഞ്ഞു പപ്പയ്ക്ക് ഫുൾ ഡോക്ടർമാർ ഹോപ്പൊക്കെ വിട്ട സിറ്റുവേഷനായിരുന്നു, മരിച്ചു പോയെന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. 20-ാം തീയതി ഉച്ച 12 മണിയൊക്കെ ആയപ്പം ഡോക്ടർമാർ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു ഇങ്ങനെ ആൾ മരിച്ചുപോയി, മരിക്കാനുള്ള സിറ്റുവേഷനിലാണ്. അപ്പം അച്ഛന്മാരെ വിളിച്ചെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അമ്മ അച്ഛനോട് പറഞ്ഞു, അച്ഛ ഇനി അന്ധകൂദാശ കൊടുത്തേക്ക്, ആളെ ഇനിയും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അന്ത്യകൂദാശ കൊടുക്കാൻ വന്നപ്പം അച്ഛൻ ലാസ്റ്റായിട്ട് പറഞ്ഞു, കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇനി വല്ല അത്ഭുതം നടക്കുവാണെങ്കിൽ ഈ അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞിട്ട് നടക്കട്ടെ എന്ന് പറഞ്ഞു. അന്ത്യകൂദാശ കൊടുത്ത് ഒരു 12 മണിക്കാണ് അന്ത്യകൂദാശ കൊടുത്തത്. 2 മണിയൊക്കെ ആയപ്പം ആളുടെ BP 130/90 ആയി. അപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാവരും റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇതെന്തോ അത്ഭുതം നടന്നതാണ്. അപ്പം അപ്പോഴേ അവർ പറഞ്ഞു പപ്പേനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ് സെൻറ്റ് ജോസഫ് മറിയം നഗർ ഹോസ്പിറ്റൽ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി. അന്ന് തന്നെ രാത്രിയൊക്കെ ആയപ്പം ഷുഗർ പപ്പയുടെ 300 ഡോക്ടർമാർ പറഞ്ഞത് പപ്പയുടെ ഫുൾ ഇൻറ്റേർണൽ ഓർഗൻസ് ഡാമേജ് ആയതാണ്, അപ്പം ആളെ കിട്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞ് രാത്രി 11:30 ആയപ്പം പപ്പയുടെ ഷുഗർ 300. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അത്ഭുതപ്പെട്ട്, കാരണം പാൻക്രിയാസ് ആണ് ഷുഗർ ലെവൽ കൂട്ടുന്ന ഒരു ബോഡിയിൽ. അപ്പം പപ്പയുടെ ഇതെല്ലാം കൂടെ കൂടി. ഞങ്ങൾ ചോദിച്ചപ്പം അവർ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്നെ അറിയുന്നൊരു ആൻറ്റി എനിക്ക് കൃപാസനത്തിൻ്റെ ന്യൂസ് പേപ്പർ തന്നു. അമ്മയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഈ കൃപാസനത്തിൻ്റെ ന്യൂസ് പേപ്പർ പപ്പയുടെ തലക്കീഴെ വെക്കണം, അപ്പോൾ എല്ലാം അത്ഭുതമാവെന്ന് പറഞ്ഞു. ആ വെച്ച് കഴിഞ്ഞ ദിവസം മുതൽ പപ്പയ്ക്ക് ഒരു പ്രശ്നമില്ല. ആൾ 35 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 15 പ്രാവശ്യം ഡയാലിസിസ് നടന്നു. ഇതൊക്കെ നടന്നിട്ടും ഡോക്ടർമാർ പറഞ്ഞു ആളെ കിട്ടാൻ ചാൻസ് ഇല്ല. പല ആൾക്കാർ, ഞങ്ങൾക്ക് അറിയുന്ന പല ആൾക്കാർ പറഞ്ഞു വെൻറ്റിലേറ്ററിലും ഡയാലിസിസും ചെയ്തിട്ട് ചുമ്മാ പൈസ കളയുന്നതേ ഉള്ളൂ, ആളെ കിട്ടില്ല, ഇതിനും മെച്ചം ഒരു സുഖമരണം കൊടുക്കണതാണെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് മാതാവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു എന്തായാലും സാരമില്ല, എനിക്ക് മാതാവിൽ വിശ്വാസമുണ്ട്. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പം പപ്പയുടെ ആ ക്രിട്ടിക്കൽ സ്റ്റേജ് മാറി, ആൾ നോർമലായി. കൃപാസനത്തിൻ്റെ പേപ്പർ ഇപ്പോഴും പപ്പേനെ ആത്തയിലാണ് കടത്തുന്നത്. അത് കൃപാസനത്തിൽ പത്രത്തിൽ കടത്തി കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു പ്രശ്നവും ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ 2019 ജനുവരിയിലാണ് ഒരു പ്രശ്നം നടന്നത്. പപ്പയുടെ നെഞ്ചിൻ്റെ അകത്ത് കഫക്കെട്ട് നിറഞ്ഞായിരുന്നു, തണുപ്പ് കാരണം. അവിടെ നല്ല തണുപ്പായിരുന്നു, അത് കാരണം കഫക്കെട്ട് നിറഞ്ഞായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് ഡോക്ടർമാർക്കൊന്നും പിടികിട്ടുന്നില്ലായിരുന്നു. മമ്മി എന്ത് ചെയ്തു, ഇവിടുന്ന് കൊടുത്തുവിട്ട തൈലവും ന്യൂസ് പേപ്പറും എല്ലാം കൂടെ നെഞ്ചത്ത് വെച്ച്, ന്യൂസ് പേപ്പർ നെഞ്ചത്തും വെച്ചു, തൈലം തേച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം പപ്പയുടെ കഫക്കെട്ട് മുഴുവൻ പോയി. ഡോക്ടർമാർ വന്ന് ടെസ്റ്റ് ചെയ്തപ്പം ഒരു കഫക്കെട്ടും നെഞ്ചിൻ്റെ അകത്ത് നിറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു ഇതെല്ലാം മാതാവിൻ്റെ കൃപയാണ്, വേറെ ഒരു ഇതുമില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ മാർച്ച് 4-ാം തീയതി, ഞാനിവിടെ മാർച്ച് 3-ാം തീയതിയാണ്, ആദ്യ ഞായറാഴ്ചയാണ് ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടി ഇതിന് വരുന്നത്. മാർച്ച് 3-ാം തീയതി അച്ഛനെ കണ്ട് പപ്പയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു അച്ഛ ഇത് പപ്പയുടെ ഫോട്ടോ, ഇങ്ങനെ കിടപ്പേ ഉള്ളൂ, എഴുന്നേറ്റ് നടക്കുന്നത്, അച്ഛനൊന്ന് പ്രാർത്ഥിക്ക്, അച്ഛൻ്റെ അത്ഭുതം പ്രാർത്ഥിച്ച വല്ല അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. മാർച്ച് 4-ാം തീയതി ആയപ്പം എൻ്റെ അനിയത്തി രാത്രിയിൽ എഴുന്നേറ്റ് ഫ്രഷൻ അപ്പായി തിരിച്ച് വന്നപ്പം അവൾ നോക്കിയപ്പം അടച്ചിട്ട കതക് തുറന്ന് കിടക്കുന്നു. അപ്പം അവൾ ഒന്നും ചെയ്തില്ല, അത് 2ാമത് ചാരിയിട്ടു. 2ാമത് ബെഡിൽ വന്നിരുന്നു. കുറച്ച് 2 മണിയൊക്കെ ആയപ്പം അവൾ നോക്കിയപ്പോൾ പപ്പനെ വെട്ടി വേർക്കുന്നു. ശരിക്കും ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. അവൾ പപ്പനെ തുടച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പം കതക് പിന്നെയും തുറന്ന് ആടിക്കൊണ്ടിരിക്കുന്ന സ്വരം ഉണ്ടാകുന്നു. അവൾ ബെഡിൽ വന്നിരുന്നു, പ്രാർത്ഥിച്ചു, കർണക്കൊന്ത ചൊല്ലി, കൃപാസനത്തിൻ്റെ ബുക്സ് ഉണ്ടായിരുന്നു, മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി. അത് കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു. ഉച്ചയൊക്കെ ആയപ്പം അമ്മ ബൈബിൾ വായന നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നു ഞാൻ വാതിക്കൽ വന്ന് മുട്ടും,
വാതിൽ തുറക്കുക, ഞാൻ അകത്ത് പ്രവേശിച്ച് നിങ്ങളുടെ കൂടെ ഭക്ഷണത്തിനിരിക്കട്ടെ. ഇത് കേട്ടപ്പോഴേ നോക്കിയപ്പം അമ്മ ഇത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു, മോളെ ആ വന്നത് മാതാവായിരുന്നു അല്ലെങ്കിൽ ഈശോയായിരുന്നു, അതാണ് ചാച്ചനെ വെട്ടി വേർത്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പപ്പയുടെ ഡ്രസ്സിങ്ങിന് വേണ്ടി 3 ബെഡ് സോർ പപ്പയുടെ നടുവിലുണ്ട്. ബെഡ് സോർ ചെയ്യാൻ ചെന്നപ്പം പപ്പയുടെ ബെഡ് സോർ 3 ബെഡ് സോർ ഒരു പ്രശ്നമില്ലാതെ കവറായി. 3-ാം തീയതി മുമ്പ് വരെ അത് ചോര വന്നിരുന്ന ബെഡ് സോറായിരുന്നു. പക്ഷേ 4-ാം തീയതി അച്ഛൻ 3-ാം തീയതി പ്രാർത്ഥിച്ചു, കൈവച്ച് ഫോട്ടോയിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. 4-ാം തീയതി ഇങ്ങനെ സംഭവം നടന്നു. അന്ന് രാത്രി തന്നെ ബെഡ് സോറ് നോക്കിയപ്പം ഫുൾ ഉണങ്ങിക്കിടക്കുന്നത്, 3 ബെഡ് സോറ് ഉണങ്ങിക്കിടക്കുന്നു. അന്ന് എന്നെ അമ്മ പറഞ്ഞു, മോനെ ഇത് മാതാവിൻ്റെ കൃപയാണ്, അപ്പം സാക്ഷ്യം ചെന്ന് പറയുക. പിന്നെ ഞാൻ സാക്ഷ്യത്തിൽ എഴുതാത്ത ഒരു കാര്യമാണ് എൻ്റെ അനിയൻ്റെ കാര്യം. അവൻ 2.5 വയസ്സ് മുതൽ അവൻ പ്രീമച്വർ പ്രഗ്നൻസി ആയിരുന്നു. അവൻ്റെ തലയുടെ പകുതി ഭാഗവും യൂട്രസിൻ്റെ പുറത്തായിരുന്നു. അപ്പം 2.5 വയസ്സ് മുതൽ അവന് കണ്ണിന് പ്രശ്നമുള്ളതായിരുന്നു. അപ്പം ഡോക്ടർമാർ പറഞ്ഞു ഇത് ഒന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ലെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അമ്മ പ്രാർത്ഥിക്കും, അവൻ്റെ കണ്ണിലേക്ക് തൈലമൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു. തൈലമൊക്കെ തേച്ച് കൊടുക്കുമ്പം ഇന്നലെ അറിയാൻ പറ്റി അവന് അധികം കണ്ണാടിയൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെറുതായിട്ട് കുറഞ്ഞു, അധികം കണ്ണാടി വെക്കേണ്ട ഒരു പ്രശ്നമില്ല. അവനിപ്പം തലവേദനയോ അതോ അല്ലെങ്കിൽ ഒരു കണ്ണിനൊരു പ്രശ്നമൊന്നുമില്ല. അപ്പം മാതാവിൻ്റെ തൈലവും തേച്ച കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കിവിടെ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒത്തിരി പ്രശ്നമുണ്ട്. കാരണം പപ്പയുടെ സിറ്റുവേഷൻ കാരണം ഒത്തിരി ഫിനാൻഷ്യലി പ്രശ്നമുണ്ട്. പപ്പയുടെ ട്രീറ്റ്മെൻറ്റും മമ്മിയുടെ സാലറി മാത്രമേ ഇപ്പം കിട്ടുന്നുള്ളൂ. 21 മമ്മിയുടെ സാലറി. മമ്മി സ്കൂളിൽ നേഴ്സാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ സ്റ്റഡീസിൻ്റെയും എല്ലാം അനിയത്തിൻ്റെയും അനിയൻ്റെയും സ്റ്റഡീസും വീട്ടിലെ പപ്പയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും പൈസ തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ പവർ ഓഫ് അറ്റോർണി ഞങ്ങളുടെ ഒരു സ്ഥലമുണ്ട്, അത് വിൽക്കാൻ വേണ്ടി പവർ ഓഫ് അറ്റോർണിക്ക് മീൻസ് റെഡി ആവുന്നില്ലായിരുന്നു. എന്ത് വന്നാലും എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രശ്നം വരുമോ, അല്ലെങ്കിൽ ഒരു ഇടങ്ങോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്നും അത് കംപ്ലീറ്റ് ആവുന്നില്ലായിരുന്നു. ഇവിടെ ഉടമ്പടി എടുത്ത് അതെൻ്റെ ഉടമ്പടിയുടെ ഒരു ഇതായിരുന്നു. പക്ഷേ അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഈ ഫെബ്രുവരി തന്നെ എനിക്ക് അമ്മയുടെ വിളി വന്നു, മോളെ പവർ ഓഫ് അറ്റോർണി റെഡിയായി, സ്ഥലത്തിൻ്റെ കാര്യം ഇനി നോക്കിയാൽ മതി. കൃപാസനം പത്രം എവിടുന്നാണ് കിട്ടിയത്? കൃപാസനം പത്രം ഞങ്ങൾക്കൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റി നല്ല മാതാവിന് നല്ല വിശ്വാസമുള്ള കൃപാസനം പത്രം കിട്ടുന്നതിന് മുമ്പ് അപ്പച്ചൻ്റെ അവസ്ഥ എന്തായിരുന്നു? കൃപാസനം പത്രം കിട്ടുന്നതിന് മുമ്പ് വരെ ആ തിരുവോസ്തി കൊടുത്ത് അന്ത്യകൂദാശ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷെ എന്നിട്ട് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. അപ്പോഴാണ് ആ ആൻറ്റി കൃപാസനം പത്രം തന്നിട്ട് പറഞ്ഞത് അത് തലക്കീഴെ വെക്ക്, എന്നിട്ട് എന്തെങ്കിലും അത്ഭുതം നടക്കുള്ളൂ. ആ കൃപാസനം പത്രം വെച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ പപ്പയ്ക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയോ തോന്നിയിട്ടില്ല. ഈ ഫോട്ടോ 2018 ഓഗസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണിത് കാണിക്കുന്നത്. 2018 അതിനുശേഷം 2018 ഡിസംബറിൽ വന്ന മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോഴുള്ള അവസ്ഥയാണ് ഉള്ളത്, മാർച്ച് 1 അവസ്ഥയാണ്. നിങ്ങൾ നോക്കിക്കേ, വളരെ വ്യക്തമായിട്ടാണ് ദൈവകൃപ അനർക്കളമായി വർഷിക്കപ്പെട്ടിരിക്കുന്നത്. എൻ്റെ പേര് ആൻസമ്മ ജോളി, ലൂർദ് മാതാ ചർച്ച് മാമ്പുഴക്കരയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി ജൂൺ 13-ാം തീയതി എടുത്തു. അതിനുശേഷം എൻ്റെ മകൾക്ക് വേണ്ടി ബാങ്ക് കോച്ചിങ്ങിന് ചേർത്തു. അങ്ങനെ ബാങ്ക് കോച്ചിങ്ങിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 മാസമായപ്പോൾ അവർക്കൊരു ടെസ്റ്റ് വന്നു. അത് ഫെഡറൽ ബാങ്കിൻ്റെ ടെസ്റ്റായിരുന്നു. അതിൻ്റെ പല കടമ്പകൾ കടന്ന് ഇൻ്റർവ്യൂ വരെ എത്തി. ആ സമയത്ത് അവൾ പ്രതീക്ഷിച്ചു, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എവിടെയാണ് പോസ്റ്റിംഗ് എന്ന് വരെ ചോദിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് കിട്ടിയില്ല. അപ്പോൾ ശരിക്കും വിഷമമായി. ആ വിഷമ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കാഞ്ഞിട്ടാണ് ഇത് ലഭിക്കാഞ്ഞത്, അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ വെച്ചിരിക്കുന്ന യോഗങ്ങൾ നീ എനിക്ക് സാധിച്ചു തരുമെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ഞാനങ്ങനെ അന്ന് ദിവസം പനിയായിട്ട് ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കിടന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ ഞാൻ പനിയായിട്ട് കിടന്നതുകൊണ്ട് ഇച്ചിരി മരുന്ന് കഴിച്ചത് ഉറങ്ങിപ്പോയി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലതുവശത്ത് ഒരു സ്റ്റാർ പ്രത്യക്ഷപ്പെട്ടു. ആ സ്റ്റാർ നേരെ ചലിച്ച് എൻ്റെ തലയുടെ ഭാഗത്ത് ഭിത്തിയുടെ ഭാഗത്ത് വന്നു നിന്നു.
ഭിത്തി മുഴുവൻ ബ്ലൂ കളറായി. ആ സമയത്ത് ഇതേ മാതാവ് തന്നെ ആ വലിയ ഭിത്തി നിറച്ച് പ്രത്യക്ഷപ്പെട്ടു. മാതാവേ, ഞാൻ തലയുയർത്തി നോക്കി ശരിക്കും കണ്ട് പെട്ടെന്ന് മാഞ്ഞു പോവുകയും ചെയ്യുന്നു. അതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ നിയോഗങ്ങളെല്ലാം അമ്മ സാധിച്ചു തരും. അതോടൊപ്പം എൻ്റെ ഭർത്താവ് ഡിസംബർ 24 കട നടത്തുകയാണ്. എൻ്റെ വീടിൻ്റെ വാതിക്കൽ തന്നെ എൻ്റെ ബിൽഡിങ്ങിൻ്റെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കസ്റ്റമർ വന്ന് അകത്തോട്ട് കയറി 1 നിമിഷമായതേ ഉള്ളൂ. ആ സമയത്ത് ഒരു ആക്സിഡൻറ്റ്, ലോറി മറിഞ്ഞ് ഈ കടയുടെ വാതിക്കൽ ഇരുന്ന കസേര തെറിപ്പിച്ച് മതിലിനകത്ത് വീഴിച്ചു. ഭർത്താവ് 1 മിനിറ്റിനുള്ളിൽ അകത്ത് കയറിയില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടപ്പെട്ടേനെ ആളിനെ. അതുപോലെ തന്നെ ഈ ലോറി മറിഞ്ഞത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ കടയിടിച്ച് ചേർത്ത് അകത്തോട്ട് കയറിയേനെ. മാതാവ് കടാക്ഷിച്ചത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. എൻ്റെ പേര് ജോസഫ്. എറണാകുളം ജില്ലയിലെ കൊങ്ങൂർപ്പള്ളിയിലാണ് എൻ്റെ വീട്. എനിക്ക് ലിവർ സിറോസ് ബാധിച്ച് ഞാൻ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഈ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്നും എൻ്റെ വയറാണെങ്കിൽ ഇത്രയും വയറ് വീർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ മരുന്ന് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അനിയൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അനിയനെത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി 26 എന്നോട് വയറിൽ നിന്ന് വെള്ളം കുത്തിക്കളയാൻ പറഞ്ഞിരുന്നതാണ്. അപ്പം ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് പോന്നു. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ജോണി സിറിയക്കാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെന്ത് ചെയ്താലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. തൽക്കാലം വെള്ളം കളയാൻ നമുക്കൊരു ആശ്വാസം കിട്ടും അയാൾക്ക് എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് പള്ളിയിൽ പോകാനോ വേറെ എങ്ങും ഒന്നും പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ അനിയൻ 25 രാത്രി ഇവിടെ വന്നിട്ട് ഒരു കൊന്തയും ഒരു രൂപവും വാങ്ങിച്ച് എനിക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, ചേട്ടൻ റൂമിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോ, മാതാവ് വരും, ഇതൊക്കെ ഒഴിവാക്കി തരും. അന്ന് എനിക്ക് ഉറങ്ങാൻ സാധിക്കണ്ടായില്ല. കാരണം വയറ്റിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് ഒരു വശത്തോട്ട് ചരിഞ്ഞ് കിടക്കാനോ ഒന്നും സാധിക്കാതെ ഞാൻ പല ദിവസങ്ങളിലായി കഴിച്ചു കൂട്ടുന്നത്. രാത്രി ഒരു 2 മണി 2:30 മണിയായപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത്. ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു അരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ടാവില്ല, മാതാവ് എൻ്റെ കാൽച്ചോട്ടിൽ വന്ന് നിൽക്കുക. അപ്പം ഞാൻ കരുതി രാത്രി അനിയൻ പറഞ്ഞത് കേട്ടിട്ട് വല്ല സ്വപ്നം കൊണ്ടായിരിക്കും എന്ന് കരുതി. എഴുന്നേറ്റിരുന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് ഇരക്കാൻ തുടങ്ങി. എൻ്റെ വയറ്റിലുണ്ടായ വെള്ളവും ഗ്യാസും എല്ലാം പോയി, വയറൊട്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ. എൻ്റെ പേര് ഷിജി ജോൺ, തൈക്കാട്ടുശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ തൈക്കാട്ടുശ്ശേരിയിൽ 2.5 വർഷമായി ഒരു ചെറിയ രീതിയിൽ ഫർണിച്ചറും ഗിഫ്റ്റ് ഐറ്റംസുമായിട്ടൊരു കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വളരെ ചെറിയൊരു കടയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നൊരു സെൻറ്ററിലേക്ക് കട മാറ്റണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ടെങ്കിലും 99% ഞങ്ങൾക്ക് അതിൻ്റെ റൂം കിട്ടുമെന്ന് നല്ല ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. അന്നേരം ഞങ്ങൾ 1 വർഷത്തോളം ഇവിടെ കൃപാസനത്തിൽ മുടങ്ങാതെ വരുന്നുണ്ടായിരുന്നു. അന്നൊന്നും ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു ഉടമ്പടി വെക്കാനായിട്ടുള്ള. ഇതിലാകെ നിരാശപ്പെട്ടുകൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി വെച്ചു. ആദ്യ നിയോഗമായി സെൻറ്ററിൽ നല്ലൊരു കടമുറി കിട്ടണമെന്ന് ഫസ്റ്റ് നിയോഗം ഞാൻ വെച്ചിരുന്നു. ഉടമ്പടി വെച്ച് കടയിൽ ചെന്നപ്പോൾ ഒരാൾ കടയിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ അയൽവാസി ജംഗ്ഷനിൽ ഒരു കടമുറി പണിയുന്നുണ്ടല്ലോ എന്ന്. ആ വ്യക്തിക്ക് അവിടെ ഒരു സ്ഥലമുണ്ടെന്ന് ഞങ്ങൾക്കും മറ്റു പലർക്കും അറിയത്തില്ലായിരുന്നു. ഉടമ്പടി വെച്ച് 2-ാം ദിവസം ഹസ്ബൻഡ് അയാളോട് സംസാരിക്കാമെന്ന് കരുതി ഉടമ്പടി കാശുരൂപവും കയ്യിൽ വെച്ചുകൊണ്ട് രാവിലെ 8 മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുറിയുടെ അകത്ത് ചാരനിറത്തിൽ പരിശുദ്ധ അമ്മ ഷോള് പുതച്ച് നിൽക്കുന്നു. ഹസ്ബൻഡ് ആരെ കാണാനാണോ പോയത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പറയുവാണ്, ആ വ്യക്തിയുടെ കടമുറിയാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നു. ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ഥലത്ത് കല്ല് പോലും ഇട്ടിട്ടില്ല. ആ സ്ഥലത്ത് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തിനാണെന്നോ ആർക്ക് വേണ്ടിയിട്ടാണോ പണിയുന്നത് പോലും ആ ഉടമസ്ഥൻ തീരുമാനിച്ചിട്ടില്ല. 2 നിലയോട് കൂടിയ കെട്ടിടം നിങ്ങൾക്ക് പണിത് നൽകാമെന്ന് ആ നിമിഷം അയാൾ ഉറപ്പ് നൽകി. പിന്നെ അങ്ങോട്ട് അത്ഭുതങ്ങളാണ് നടന്നത്. കഴിഞ്ഞ മാസം 9-ാം തീയതി നവംബർ 9-ാം തീയതി വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി സാമ്പത്തികം കണ്ടുപിടിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടി. 9-ാം തീയതി കട 2 നില കെട്ടിടത്തോടു കൂടിയ കട ഓപ്പൺ ചെയ്തു. അതിന് മുമ്പായിട്ട് ഞാൻ ജോസഫ് അച്ഛനെ ചെന്ന് കണ്ട് ഉദ്ഘാടനമാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, നീ ധൈര്യമായിട്ട് ഓപ്പൺ ചെയ്തു, മാതാവ് എല്ലാം നോക്കിക്കൊള്ളും. ഈ നിമിഷം വരെ അനുഗ്രഹങ്ങൾ മാത്രം. അത് കഴിഞ്ഞ് 2ാമത്തെ നിയോഗമായിട്ട് ഞാൻ എൻ്റെ മോന് എപ്പോഴും അലർജിയുടെ ചുമയായിരുന്നു. പോകാത്ത ഡോക്ടർമാരില്ല. 2 മാസം കൂടുമ്പോൾ എങ്ങനെ വന്നാലും അവൻ അഡ്മിറ്റാകും. 2ാമത്തെ നിയോഗമായിട്ട് ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. ജോസഫ് അച്ഛനെ ചെന്ന് തൈകാര്യശ്ശേരിയിൽ ജോസഫ് അച്ഛൻ വന്നപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് കൊച്ചിനെ കാണിച്ച് അച്ഛൻ നെഞ്ചത്തും തലയിലും കൈവച്ച് അച്ഛൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. പിന്നെ ഇതുവരെ കൊച്ചിന് അലർജിയുടെ ചുമ വന്നിട്ടില്ല. 1 വർഷത്തോളമായി ആ കൊച്ചിന് വന്നിട്ടില്ല. പിന്നെ വീട്ടിലേക്ക് വാട്ടർ കണക്ഷൻ ഇല്ലായിരുന്നു. ഒരുപാട് തടസ്സങ്ങളും പൈസയുടെ ബുദ്ധിമുട്ടും, കൂടുതൽ പൈസയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പലരും ചോദിച്ചു, എന്ത് ചെയ്യും ഇത്രയും രൂപയ്ക്ക് ഈ വാട്ടർ കണക്ഷൻ എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് ഉള്ളിടത്തോളം കാലം എനിക്കത് കിട്ടിയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചു. ആ നിമിഷം പൈസ അടയ്ക്കേണ്ട തലേ ദിവസം ഇത് അടയ്ക്കേണ്ടതിലും കൂടുതൽ തുക ഞങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നു. ആ പൈസ കൊണ്ട് അടച്ചു, വെള്ളം കിട്ടി. പിന്നെ ജവമാല റാലിയിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കൊന്തയല്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എങ്ങനെയോ എനിക്ക് തലകറക്കം വന്ന് ഞാൻ റോട്ടിൽ ഇരുന്ന് പോയി. പിന്നെ പലരും പറഞ്ഞു, വണ്ടി വിളിക്കാൻ വോളണ്ടിയേഴ്സിനോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് നടന്നു പോകണം. അങ്ങനെ ഞാൻ കുറേ നേരം അനങ്ങാതെ നടന്നു. കുറേ കഴിഞ്ഞാണ് ഞാൻ നടന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയോ എൻ്റെ ശരീരം വലിഞ്ഞു മുറുകുന്നു. ഭയങ്കര ഉച്ചത്തിൽ നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലാൻ പറ്റുന്നു. പിന്നെ ഉച്ചത്തിൽ ചെല്ലണമെന്നുള്ള ഭയങ്കര ഒരു ഇതിലേക്ക് വരുന്നു. ആരും എന്നിലേക്ക് ശരിക്കും എൻ്റെ മാതാവ് എൻ്റെ കൂടെ നടക്കുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. ശരിക്കും നല്ല അനുഭവം. ഞാനത് മിക്കവരോടും വീട്ടിൽ വന്ന് പറഞ്ഞു. പലർക്കും അത്ഭുതമായിരുന്നു. അവിടെ എത്തും വരെ 3 മണിയായപ്പോൾ എത്തിയത്. എത്തും വരെ ഭയങ്കര ഉച്ചത്തിലും നല്ല ശക്തിയിലും കൂടെ മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഇതിൽ തന്നെ എനിക്ക് നടക്കാൻ പറ്റി. അവിടെ എത്തിച്ചേർന്നു. ഈ നിമിഷം വരെ ഈ അമ്മ മാതാവിനോട് ചോദിച്ച ഒരു കാര്യവും കിട്ടാതിരുന്നിട്ടില്ല. ഇനിയും കൂടുതൽ ആവശ്യങ്ങൾ ഇനിയുണ്ട്. എല്ലാം ഈ അമ്മ മാതാവ് നടത്തി തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പേര് മോസ്മി രാജ്. ഞാൻ പുതുവൈപ്പിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്ന അമ്മയ്ക്കും കൂടി സാക്ഷ്യം പറയാനായിട്ടാണ്. അമ്മ പെട്ടെന്ന് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ വീടിൻ്റെ പുറകുവശത്ത് വീണു. അമ്മക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അമ്മ നിരങ്ങിയാണ് വീടിൻ്റെ അകത്ത് വന്നത്. തൊടയുടെ ഭാഗം ചതഞ്ഞ് തൂങ്ങി കിടന്നിരുന്നു. നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ അമ്മേനെ കിടത്തി പത്രം വെച്ചിട്ട് അമ്മനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. രാത്രി 12 മണിയായിട്ടുണ്ടാവും. അമ്മയുടെ ശിരസിൽ ആരോ സ്പർശിക്കുന്നത് പോലെ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അതോടുകൂടി എൻ്റെ അമ്മ വലിയൊരു വിശ്വാസിയായി തീർന്നു. അമ്മ പറഞ്ഞു, എനിക്ക് ഒരു കൊന്തം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. വാങ്ങി ഞാൻ വല്ലാർപാടം പള്ളി ഞാൻ കൊന്തയ്ക്കായി പോയ സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്ന സമയത്ത് എൻ്റെ അമ്മ കുളിക്കണ സമയമായിരുന്നു. അപ്പോൾ ആരോ വന്ന് അമ്മയോട് മകളെ ഒന്ന് വിളിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, മകൾ പുറത്തോട്ട് പോയിരിക്കുകയാണ്, ഇവിടെ വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞു. അമ്മേനോട് കുറേ നേരം സംസാരിച്ചെന്ന് പറഞ്ഞു. ആരാണെന്നൊന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ അമ്മ കുളി കഴിഞ്ഞ്, എൻ്റെ അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്. അമ്മ സാവധാനം കുളി കഴിഞ്ഞ് പുറത്ത് വന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടി നന്ദി ഞാനിവിടെ പറയുന്നു. എൻ്റെ പേര് ഉമയമ്മ. ഞാൻ നൂറിനാട് പടനിലത്ത് നിന്നും വരുന്നു.
2018 ജൂൺ മാസം 24-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ ഒരു ബന്ധുവാണ് കൊണ്ടുവന്നത്. ഞാനും മകളും കൂടിയാണ് ഇവിടെ വന്നന്ന് തന്നെ ഉടമ്പടി എടുക്കുവാനും സാധിച്ചു. പിന്നെ എൻ്റെ മകളും ഞാനും ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവൾ വീട്ടിൽ ഞങ്ങൾ 5 മണിക്ക് രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാനിങ്ങു വേറെന്തോ ജോലിക്ക് അടുക്കളയിലേക്ക് കയറി. മോൾ അവിടെ ഇരുന്നപ്പോൾ ഇവിടെ ഇതേ രൂപത്തിൽ നിൽക്കുന്ന ഈ മാതാവ് അവിടെ വന്ന് മോളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. കൊച്ചിനൊരു വിഷമം, ഇതെന്തുവാ, എനിക്ക് തോന്നുന്നതാണോ അതോ ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നവൾ കണ്ണ് തിരുമ്മി നോക്കിയപ്പോൾ ഇതേ രൂപത്തിൽ അമ്മ അവളുടെ അടുത്ത് നിൽക്കുകയാണ്. അമ്മേ മാതാവേ, ഞാൻ ഖാദിൻ്റെ ക്ലാസ്സിന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കിത് വിജയിപ്പിച്ച് തരണേ അമ്മേ. എൻ്റെ കൂടെ വരാനും ആരുമില്ല. പോകണമെങ്കിൽ ഞാൻ കൂടെ വേണം പോകുവാനും. അങ്ങനെ കുഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എന്നെയും അവിടെ അച്ഛനെയും വിളിക്കണമെന്നുണ്ട്. പക്ഷേ നാക്ക് പൊങ്ങുന്നില്ല, കയ്യും കാലും വിറയ്ക്കുന്നു. കുഞ്ഞിനൊന്തൊന്നും അറിയാൻ വയ്യാത്ത സ്ഥിതി. അങ്ങനെ കണ്ണുമടച്ചു. അവൾ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. 20 മിനിറ്റോളം ആ മാതാവ് അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ മാറി. നേരം വെളുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ, എൻ്റെ അടുത്ത് നമ്മുടെ കൃപാസനത്തിലെ മാതാവ് വന്ന് നിൽക്കുമായിരുന്നമ്മേ. എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ മോൾ അടൂരാണ് ക്ലാസ്സിന് പോകുന്നത്. മോളുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന മോടെ വണ്ടിയുടെ പുറകിൽ ആങ്ങളയുടെ മകളും കയറിയിരുന്നു. അങ്ങനെ കുറേ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ ഒരു ടിപ്പർ കയറി വരികയാണ് ചെയ്യുന്നത്. ടിപ്പർ വരുന്ന സൈഡിൽ ഒരു കാറ് കിടന്നതുകൊണ്ട് അതിന് സൈഡ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് മോടെ സൈഡിലോട്ട് ടിപ്പർ കയറി വരിക. ആ പുറകിലിരുന്ന കുട്ടി ഇറങ്ങിച്ചാടി. ഈ കുഞ്ഞ് അമ്മേ എന്ന് പറയുകയും ടിപ്പറിൻ്റെ കീഴിലേക്ക് പോകുകയും ഇരു സൈഡിൽ ഇരുന്നവർ അയ്യോ ആ കൊച്ചു പോയല്ലോ എന്ന് പറയുകയും ചെയ്തു. എൻ്റെ കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. ടിപ്പറിൻ്റെ ഡ്രൈവർ ചോദിക്കുന്നു, എന്തെങ്കിലും പറ്റിയോ എന്ന്. ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയും എടുത്തുകൊണ്ട് മോളാക്കും മറ്റേ കുട്ടിയെയും എടുത്ത് പുറകിൽ വെച്ചുകൊണ്ട് അമ്മയുടെ കാശുരൂപം എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടപ്പമുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞ് അടൂ പോയി 3 മണിയാകുമ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ, ഇന്ന് ഞാൻ മോർച്ചറിയിൽ ഇരിക്കേണ്ടതായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, എന്താണ് മോളെ സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, അമ്മേ, ഇന്ന പോലുള്ള സംഭവങ്ങളാണ് സംഭവിച്ചത്, ഇന്ന് ഞാൻ മോർച്ചറി ഇരിക്കേണ്ടതായിരുന്നു അമ്മേ. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നലെ അമ്മ വന്ന് പ്രത്യക്ഷപ്പെട്ടത് ഇതിൻ്റെ മുന്നേറ്റം കാണിച്ചതാണ് മക്കളെ നമുക്ക്. ഞങ്ങൾ രണ്ടുപേരും മാവിട്ട് കരഞ്ഞ് ദൈവത്തെ വിളിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനി കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി.